ഹായ് ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ദം ബിരിയാണി. അപ്പോൾ ഉള്ളി, ആവശ്യത്തിന് വേണ്ട സാധനം ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, അതുപോലെ തന്നെ ക്യാരറ്റ്, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ്, കറിവേപ്പില. ഞാനിവിടെ ഒരു 500 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം ഉള്ളി, അതുപോലെ തന്നെ ഒരു 5 തക്കാളി, കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 5-6 പച്ചമുളക്. അങ്ങനെ ചിക്കന് ആവിയിൽ വേവിക്കുകയാണ്. ചിക്കന് മുളകും ഉപ്പും മഞ്ഞളും ചേർത്ത് ആവിയിൽ വേവിക്കുകയാണ്. അങ്ങനെ ബിരിയാണി റെഡി മക്കളെ. ബിരിയാണി ദമ്മിടുകയാണ്. മസാല ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ബിരിയാണി ദമ്മിട്ടു. അപ്പോൾ ദമ്മിടുമ്പോൾ ആദ്യം മസാലൻ്റെ മേലെ നെയ്ച്ചോറ് വെച്ചു. അതിൻ്റെ മേലെ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടി, മുന്തിരി, വലിയുള്ളി, അതുപോലെ തന്നെ ചപ്പ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിനച്ചപ്പ് വിതറി, പിന്നെ ഗരം മസാലപ്പൊടി ഇട്ടു. അടിപൊളി ബിരിയാണിയാണ്. ദമ്മിടാൻ പോവുകയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല അരിയാണ്. അങ്ങനെ ഓരോ ലെയറായിട്ട് ദമ്മിട്ട് കഴിഞ്ഞു. അപ്പോൾ ദമ്മിട്ട് വെക്കുമ്പോൾ നല്ലൊരു ദം ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഓരോ ലെയറായിട്ട് ഞാൻ ദമ്മിടുകയാണ്. അപ്പോൾ നെയ്ച്ചോറ് മസാലൻ്റെ മേലെ വെച്ചു. അതിൻ്റെ മേലെ ഓരോരോ ലെയറായിട്ടിട്ടു. അങ്ങനെ ഗരം മസാല വിതറി, എല്ലാം വിതറി. അങ്ങനെ അപ്പോൾ ഇതാണ് മക്കളെ അടിപൊളി ദം ബിരിയാണി. ഇത് വിറകടുപ്പിലല്ല ഇന്ന് വെച്ചത്, ഗ്യാസുമ്മ തന്നെയാണ് വെച്ചത്. അപ്പോൾ ബിരിയാണി കുറച്ച് നേരം ഇനി ദമ്മി കിടക്കട്ടെ. മൂടി വെച്ചു. നല്ല അടിപൊളി ഗരം മസാല പിന്നെ പുറമെ ഇട്ടു. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ, ഉമ്മ, എൻ്റെ അനിയത്തിൻ്റെ മോൻ എല്ലാവരും ഉണ്ട്. അങ്ങനെ ബിരിയാണി ദമ്മ് കഴിച്ചു. ബിരിയാണി ഒരു പാത്രത്തിലേക്ക് നെയ്ച്ചോറ് കോരിയിട്ടു. മേലയിലുള്ള അതുപോലെ തന്നെ കളറൊന്നും ചേർക്കൂല. ഞങ്ങൾ സാധാരണ എല്ലാവരും ബിരിയാണിക്ക് കളറ് ചേർക്കും, പിന്നെ മഞ്ഞൾപ്പൊടി കലക്കി വയ്ക്കും. പക്ഷേ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. മസാലയിൽ തന്നെയുള്ള മഞ്ഞളൊന്നും അതിലുണ്ട്. അപ്പോൾ എന്തായാലും അടിയിൽ നിന്ന് വരുന്ന ചോറ് മിക്സാക്കിയാൽ എന്തായാലും കളറ് കിട്ടും. അപ്പോൾ ചോറ് ഒരു പാത്രത്തിലേക്ക് കോരിയിടുകയാണ്. മസാലൻ്റെ മേലെ നിന്ന് ചിലർ വാഴൻ്റെ ഇല വെക്കും മസാലൻ്റെ മേലെ. അതൊരിക്കലും ചെയ്യരുത്. ടേസ്റ്റ് മുഴുവനും വാഴയില വലിച്ചെടുക്കും. അപ്പോൾ ചോറ് ടേസ്റ്റ് വലിച്ചെടുക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ വാഴയില വെക്കാണ്ട് തന്നെ വെക്കുന്നത് നല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വാഴൻ്റെ ഇല വെക്കാത്തതല്ല, പുഴുവുള്ള വാഴൻ്റെ ഇല. അപ്പോൾ ഇങ്ങനെയാണ് ദമ്മിടേണ്ടത്. അപ്പോൾ മേലെ നിന്ന് ചോറൊക്കെ കോരിയെടുത്തു. നെയ്ച്ചോറ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ആ ഒരു മസാലേൻ്റെ ആവി മുഴുവൻ ചോറ് വലിച്ചെടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആ മഞ്ഞ കളർ കിട്ടി കണ്ടില്ല. അപ്പോൾ മഞ്ഞ കളർ ഇനി അത് ചെറുങ്ങനെ ഒന്ന് തവി കൊണ്ട് മിക്സാക്കിയാൽ നല്ല അടിപൊളി ചോറും. അപ്പം മസാല അടിയിൽ വെക്കും, ചോറ് മേലെ വെക്കും. അപ്പോൾ ഇന്നത്തെ ബിരിയാണി അടിപൊളിയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. കാരണം സബ്സ്ക്രൈബർ കൂടി വരുന്നുണ്ട്. ഇനിയും സബ്സ്ക്രൈബർ വേണം. മോണിറ്റേഷൻ ആയിട്ടില്ല. അപ്പോൾ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. അങ്ങനെ ബിരിയാണി ഏകദേശം ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരികയാണ്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ബിരിയാണി അടിപൊളിയാണ് മക്കളെ. അപ്പോൾ പ്ലേറ്റിലേക്ക് ഇട്ടു. അടിപൊളി ബിരിയാണി. അച്ചാറ്, തൈര് ഉപയോഗിച്ച് നമുക്കിത് കഴിക്കാം. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 500 ചിക്കനും ആണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഉമ്മാക്കും എല്ലാവർക്കും ഇട്ട് വെച്ചു പാത്രത്തിൽ. അപ്പോൾ ഞാൻ കഴിക്കുകയാണ്. അടിപൊളി ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒഴിവുള്ള ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ബിരിയാണിയൊക്കെ. താങ്ക് യു.